ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഹൈക്കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേരള ഹൈക്കോടതി ഓഫീസ് അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡൻ്റ് ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ജൂൺ 5 മുതൽ 2024 ജൂലൈ 2 വരെയാണ് അപേക്ഷിക്കുവാൻ കഴിയുക. നല്ലൊരു ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേരള ഹൈക്കോടതിയിലെ ഓഫീസ് അറ്റൻഡൻ്റ് വേക്കൻസിയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഓൾ ഓവർ കേരളയിലാണ് ജോലി ഉണ്ടാവുക. ആകെ 34 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈനായാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസം ജൂൺ 5 മുതൽ അടുത്ത മാസം ജൂലൈ 2 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ ശമ്പളം ഏകദേശം 23,000 മുതൽ 50,200 രൂപ വരെ ലഭിക്കുന്നതാണ്. ഈ ജോലിക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായി https://hck.keralacourts.in/hckrecruitment/ എന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതിയാകും. കേരള ഹൈക്കോടതി ഓഫീസ് അറ്റൻഡൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് അനുവദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അറിയാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മനസ്സിലാവും. 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുക. എന്നാൽ ഒരു ഡിഗ്രിയും ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറി, OBC എന്നിവർക്ക് 500 രൂപയാണ്. SC, ST, EWS എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. കേരള ഹൈക്കോടതി വിവിധ ഓഫീസ് അറ്റൻഡൻ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയും. അതിനുവേണ്ടി ഔദ്യോഗിക വെബ്സൈറ്റായ https://hckcourts.in/hckrecruitment/ എന്ന സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുത്ത ശേഷം നിങ്ങൾ അപേക്ഷിക്കുന്ന തസ്തിക യോഗ്യതകളൊക്കെ പരിശോധിച്ച് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടയ്ക്കേണ്ടവരാണെങ്കിൽ ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ ഒരു വേക്കൻസിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ തരം ജോബ് വേക്കൻസിയുമായി കാണുന്നതുവരെ ബൈ.